നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന ഒരു ശംഖ് അച്ചാറാണ്, വെറൈറ്റി ശംഖ് അച്ചാറാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുക്കിംഗ് വീഡിയോ തന്നെയാണ്, സീ ഫുഡ് തന്നെയാണ്. അപ്പൊ ഇത് ശംഖാണ് കേട്ടോ, ശംഖ്. അപ്പൊ പപ്പ ഇന്ന് എനിക്ക് വലിയൊരു ബക്കറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് പൊക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പ എനിക്ക് തട്ട് തന്നു. അപ്പൊ നമുക്കിതൊന്ന് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഗൈസ്, ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വാരിയിടാവേ. ഗൈസ്, അങ്ങനെ നമ്മൾ ശംഖ് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അല്ലേ, അപ്പൊ നമുക്ക് ഇത്ര ശംഖുണ്ട് കേട്ടോ, കൊറേ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാമേ. നമുക്കിനി ഇത് അടച്ചു വെക്കാമേ. ഇരിക്കത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മള് ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ലോണം തിളച്ചിട്ടുണ്ടല്ലോ. നല്ല പതയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറിടാം കേട്ടോ. എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ശംഖ് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെ വൃത്തിയാക്കുന്നതിനുള്ള ടീച്ചിങ് കൂടെ നമ്മളിത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും, നല്ല വൃത്തിക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മുടെ ശംഖ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി എടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ടൂള് കേട്ടോ, ഇളക്കാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ് കേട്ടോ. എളുപ്പത്തിൽ ഇളക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഗൈസ്, കുറെ നേരം കൊണ്ട് ഞങ്ങളത് കഷ്ടപ്പെടുവാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഇത്ര ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പാടാണ്, കുറെ നേരം കൊണ്ട് ചെയ്ത്. പക്ഷെ ഇത് ഇളക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നും എനിക്കിപ്പോ ഇതുവരെയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ ഇന്ന് ചെയ്തോണ്ടിരിക്കാം, ടൈം പാസ്സാണ്. നല്ലോണം വിയർക്കും, നല്ല ചൂടുണ്ട്. പക്ഷെ ക്ലൈമറ്റ് വേറെയാണ്, എന്നിട്ട് നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ വൃത്തിയാക്കിയത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇത് കുത്തി ഇളക്കണം, അകത്തോട്ട് കയറ്റി ഒന്ന് ഇളക്കുക. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഇത് കളയണം. എന്നിട്ട് നമ്മളെ നാക്ക് ഒന്ന് കളയണം, പിച്ചി കളയണം. നാക്ക് കളഞ്ഞു. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് അതും കൂടെ ഒന്ന് കളഞ്ഞാൽ കണവ റെഡി. ഇത് കണവയായിപ്പോയി, സോറി, ശംഖ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് നല്ല രീതിക്ക് പിച്ചി കളയണം, അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഇതായിരിക്കും. ഇത്രയാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് കുറേ ശംഖ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രേ ശംഖേ ഉള്ളൂ. കുറച്ച് എമൗണ്ടേ ഉള്ളൂ, എന്നാലും ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലീൻ ചെയ്യണം, അതായത് വെള്ളം ഒഴിച്ച് കഴുകണം. നമ്മൾ ശംഖിൻ്റെ മറ്റേ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട്, തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഇനി ക്ലീൻ ചെയ്തെടുക്കുവാണ്. നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു വട്ടം ഊറ്റിയാൽ മാത്രം പോകും. 2-3 വട്ടം ഈ വെള്ളത്തിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചാവട്ടെ. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ചെയ്യണം കേട്ടോ. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചത്തു വെക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട്, കുറേ നേരമായി. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കണം, വെള്ളം കളയണം. അപ്പോൾ നമ്മളിതെടുത്ത് ഇങ്ങനെ ഒരു ഊട്ടയുള്ള ഒരു പാത്രമാണ്, ഇതിങ്ങനെ വരുന്നൊരു പാത്രം. അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ശംഖ് നമ്മൾ നല്ല രീതിക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രം നല്ല രീതിക്ക് ചൂടാകുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ്. അച്ചാറിടുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഓയിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാതെ. ഗൈസ്, നിങ്ങൾ എൻ്റെ കഷ്ടപ്പാടൊക്കെ
കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ് അങ്ങനെ നല്ലോണം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വെറുതെ ഇരിക്കുന്നത് കണ്ടില്ല, ഒരു സുഖം തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇളക്കുവാണ് കേട്ടോ. ഇളക്കിക്കൂടാ, നല്ലോണം ഫ്രൈ ആവുന്നവരെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കണം. എന്ത് ചെയ്യാനാ, കഷ്ടപ്പാടിന് ഇത്ര വീർപ്പാണ്ടില്ലുള്ളതോ. തെറിക്കുന്നുണ്ടില്ലേ, തെറിച്ച് അപ്പുറത്ത് പോയി വീണ് കാണും. അവിടുത്തെ വീട്ടുകാർക്കൊക്കെ എന്ത് ശല്യമായിരിക്കും എന്നെ. കാരണം എന്ത് ചെയ്യാൻ. അപ്പം നമ്മുടെ സാധനം സെറ്റായി വരുന്നുണ്ട്. ഇതിനു വേണ്ടി കുറേ കഷ്ടപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ ആരും സഹായിക്കാനില്ല ഗൈസ്. ചെയ്യാനോ ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വേണ്ട, ഇത് കണക്ക് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ ബി കെയർഫുൾ. അപ്പം എല്ലാവരും നല്ലോണം കെയർഫുൾ ആയിട്ടേ നിൽക്കാവുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടിത്തെറിച്ച് മോന്തയ്ക്ക് വന്ന് വീഴും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തത്. ഫസ്റ്റത്തത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനൊരു ബ്രൗൺ കളർ വരുന്ന മാതിരി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ചൂടുണ്ട് കേട്ടോ, അതാണ് കേട്ടോ പൊക്കി കാണിക്കാത്തത്. അപ്പോൾ ഇത് രണ്ടാമത്തേതാണ് കേട്ടോ. ഫസ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞു, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടാണ്. ഇത് നല്ലോണം മുരിഞ്ഞ് വരട്ടെ. ഇനി ഇത് എനിക്കൊരു കളറായി വരണം. അപ്പോൾ ഗൈസ് നമ്മളിത് ഫ്രൈ ചെയ്ത് രണ്ടാമത്തെ റൗണ്ട് ഫ്രൈ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് വറുത്തെടുക്കാം. കടുക് പൊട്ടിച്ചിട്ട് അച്ചാറിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മാറിക്കും, വെന്ത് പൊട്ടി വരട്ടെ കടുകൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ പിന്നാലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതായത് നമ്മൾ ഇത്രയും നേരം ഇട്ട സാധനങ്ങളെല്ലാം നല്ലൊരു ബ്രൗൺ കളർ, അതായത് നല്ല മുരിഞ്ഞ് വരണം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഇപ്പം ഏകദേശം ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് ഇടുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കാം. സൈഡിലൊക്കെ ചെറിയ ചെറിയ ബ്രൗൺ കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ ഗൈസ് നമ്മുടെ മസാല നല്ല ബ്രൗൺ കളറാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാല എന്ന് പറയുകയാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും വിനീഗറും കൂടെ മിക്സ് ചെയ്ത് നല്ല കുഴച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇത് മക്കളെ കൈ എടുക്കാതെ നല്ല രീതിക്ക് ഇളക്കേണ്ടത്. അല്ലെങ്കിൽ മൂട്ടി പിടിച്ച് കരിഞ്ഞവിടെ കിടന്നോളും. പിന്നെ ഇതൊന്നിനും കൊള്ളത്തില്ല. അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കണം. നല്ലോണം വിയർക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ നേരത്തെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഇച്ചിരിയും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പലരും പല പല രീതിയിലാണ് അച്ചാറിടുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. അടിപൊളിയായിരിക്കും. കണ്ട നല്ല മണമൊക്കെ വരുന്നതാണ്, അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം എന്ന് വെച്ചാൽ എന്തുവാന്ന് അറിയാത്തവർക്ക് നമ്മൾ ഈ ബീഫ് മസാല വയ്ക്കില്ലേ, അതായത് ഇറച്ചി മസാല, അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ജീരകമില്ലേ, അതാണ് നമ്മൾ പെരുംജീരകം എന്ന് പറയുന്നത്. അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതായിട്ട് ശംഖ്, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കണവേന്നാണ് കേട്ടോ എൻ്റെ വായി വരുന്നത്, നേരത്തെ കുട്ടൻ കണവയുടെ വീഡിയോക്കകത്തുനിന്ന്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി എടുക്കാം കേട്ടോ, നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ അച്ചാർ ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ, കുറച്ച് മസാല. അപ്പോൾ നമ്മളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത് വിയർത്തൊലിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിക്ക് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലൊക്കെയാണ് അച്ചാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ശംഖ് അച്ചാർ അതേ റെഡി ആയിരിക്കുകയാണ്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നല്ല സിമ്പിളായിട്ട് നല്ല ചൂടോടെയുള്ള അച്ചാറാണ്. നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, അതിനകത്ത് കുറച്ച് മസാല നമ്മൾ ചേർത്തിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറേ ടിപ്സുമായിട്ട് വരുന്നവരേക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.